നമസ്കാരം. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രധാനമന്ത്രിയുടെ PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വർഷം 6000 രൂപ ലഭിക്കുന്നവർ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു സഹായം കിട്ടണമെങ്കിൽ കുറച്ച് കടമകൾ കടക്കണം. വീണ്ടും മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് കുറച്ചു പേർക്ക് ഡൗട്ടുണ്ട്. അതായത് വീണ്ടും തുടർന്ന് ഡിസംബർ മാസം മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന 19ാമത് ഗഡുവായ 2000 രൂപ ലഭിക്കണമെങ്കിൽ വീണ്ടും ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന മസ്റ്ററിംഗ് ചെയ്യണമോ? ഇപ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ, അതായത് 18ാമത് ഗഡു ലഭിച്ചവർ KYC ചെയ്തവരായിരിക്കും. അവരിനി വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റത്തവണ ഇലക്ട്രോണിക് KYC ആണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. വീണ്ടും നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇത് പൂർത്തിയാക്കിയവർ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ സർവീസുകളെ ആശ്രയിക്കാം, അല്ല എങ്കിൽ നമ്മുടെ ഫോൺ വഴിയും ഇത് ചെയ്യാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ 13ാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്ത മറ്റൊരു അറിയിപ്പ്, 70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഇത് ചെയ്യാവുന്നതാണ്. ആധാർ കാർഡുമായി ഗുണഭോക്താക്കൾ നേരിട്ട് ചെന്ന് ചെയ്യേണ്ടതാണ്. ഫോട്ടോ എടുക്കേണ്ട പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പരും കയ്യിലെടുക്കേണ്ട ആവശ്യമാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, SBI അക്കൗണ്ടുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇത്ര രൂപയുടെ റിവാർഡ് പോയിന്റുകൾ വന്നിട്ടുണ്ട്. ഇത് ക്ലെയിം ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയുള്ള ലിങ്ക് ഇതാ എന്നൊക്കെ പറഞ്ഞ് ഫോണിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്. അത്തരത്തിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും, നല്ല 8ന്റെ പണി. ഇപ്പോഴിതാ ഒരു വലിയ തട്ടിപ്പാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും തന്നെ SBI ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള SBI ശാഖകളിൽ സന്ദർശിക്കുക. അടുത്ത ഒരു അറിയിപ്പ്, സംസ്ഥാനത്തെ നവംബർ മാസമുള്ള ക്ഷേമ പെൻഷൻ അനുവദിച്ചിരുന്നു. ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതവും ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ ബാങ്കിലെ ബാലൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്ന് പരിശോധിക്കുക. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര ഗവൺമെന്റ് സർക്കാർ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.